ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മഹേന്ദ്ര താറിൻ്റെ ഞാൻ എടുത്ത് ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്തൊരു വീഡിയോ ആയിരുന്നു. മഹേന്ദ്ര താറിൻ്റെ ചെറിയ മോഡിഫിക്കേഷനൊക്കെ പറഞ്ഞുകൊണ്ട്. സോ ഞാൻ ഇന്ന് ഇവിടെ വരുന്നത്, ഞാനിപ്പോൾ ഒരു 9 മാസമായി ഞാൻ മഹേന്ദ്ര താർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഫുൾ ടൈം മഹേന്ദ്ര മാത്രമല്ല യൂസ് ചെയ്യുന്നത്, വേറെ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഇത്രയും നാൾ മഹേന്ദ്ര യൂസ് ചെയ്തപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പുറകിൽ കാണുന്നതാണ് നമ്മുടെ മഹേന്ദ്ര താർ. ഇത് താർ റോക്സ് അല്ല, നമ്മുടെ 3 ഡോർ താറാണ്. സോ ഞാൻ എന്തായാലും ബാക്കി ഡീറ്റെയിൽസിലോട്ട് വരാം. ഞാൻ ആദ്യം മോഡിഫിക്കേഷൻസ് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ആദ്യമേ ഇതിനകത്തോട്ട് മാറ്റിയത് എൻ്റെ ഈ പറയുന്ന ഗ്രില്ലാണ്. ഗ്രില്ല് മാറ്റുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ലുക്കാവും. അതിനകത്ത് ഈ കാണുന്ന തരത്തിലുള്ള റെഡ് മാർക്കിങ്സ് ഉള്ള ഗ്രില്ലാണ്. സോ അതിനുശേഷം എൻ്റെ ഹെഡ്ലൈറ്റ് റാങ്ലർ ടൈപ്പ് ഹെഡ്ലൈറ്റാണ്. അതുപോലെ ഫോഗ് ലാമ്പിനകത്ത് ഞാൻ ബൾബ് മാറ്റിയിട്ടുണ്ട്. ബൾബ് മാറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമുക്കത് മാറ്റുമ്പോഴത്തേക്കും യെല്ലോയും വൈറ്റും ലൈറ്റ് കിട്ടും. പിന്നെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഹമ്മർ ലൈറ്റ്, ഇത് ഞാനൊരു സ്റ്റെപ്പ് ഹമ്മർ ലൈറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ സ്ഥിരം ചെയ്യുന്ന മിഖായലിൻ്റെ ഒരു സ്റ്റിക്കറിങ്. സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോഴത്തേക്കും ഞാനിവിടെ താറിൻ്റെ അടുത്ത് ഒരു 6 എന്ന് പറയുന്ന എംബ്ലം ചെയ്തു. പിന്നെ പ്രോമാൻ്റെ തന്നെ ഒരു സ്റ്റെപ്പ് ചെയ്തു ഇവിടെ. ഇതാണ് സൈഡിനകത്ത്. പിന്നെ ഒരു നാഷണൽ ജിയോഗ്രഫിയുടെ സ്റ്റിക്കറിങ്. അതിന് പുറമെ ഞാൻ നമ്മുടെ വീല് കുറച്ചൊന്ന് പുറത്തോട്ടാക്കാൻ വേണ്ടിയിട്ട് പ്രോമാൻ്റെ തന്നെ വീൽ സ്പേസർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടും സൈഡും. പുറകിൽ ഞാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, സെയിമാണ്. എങ്ങനെയാണോ കിട്ടിയത് ആ സെയിം ടൈപ്പാണ് ഇപ്പോഴും ഉള്ളത്. ഇനി ഇൻറ്റീരിയറിലെടുത്ത് വരുമ്പോഴത്തേക്കും ഏറ്റവും അട്രാക്റ്റീവായിട്ട് എല്ലാവരും ഈ താർ കണ്ട എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമാണ് നമ്മുടെ ഇൻറ്റീരിയറിനകത്തുള്ള സീറ്റ്. ശരിക്കും പറഞ്ഞാൽ മാരക ലുക്കാണ്, ക്വാളിറ്റിയാണ് ഈ സീറ്റ് എന്ന് പറയുന്നത്. ലെതർ ഫിനിഷ് കണക്ക് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് യൂസ് ചെയ്യാം. ഇത്രയും നാൾ യൂസ് ചെയ്തിട്ടും ഒരു തരത്തിലുള്ള പ്രശ്നം എനിക്ക് വന്നിട്ടില്ല. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ഈ ഗ്രാബ് ഹാൻഡിലാണ്. അതും പ്രോമാൻ്റെ തന്നെ ഗ്രാബ് ഹാൻഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവരൊരു മൊബൈലിൻ്റെ സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ ഇൻറ്റീരിയറിൽ മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെ ഇനിയുള്ളത്, ഞാൻ ആക്ച്വലി ഡിക്കിക്കകത്ത് ഒരു സബ് വൂഫർ ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നമ്മുടെ നോർമൽ സ്പീക്കറും ഈ സബ്ബും കൂടെ ആകുമ്പോഴത്തേക്കും മാരക ക്വാളിറ്റിയാണ് കേട്ടോ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഈ 9 മാസം ഞാൻ ഈ യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലൊക്കെ മാരുതിയുടെ കാറുകളുണ്ടാവും അല്ലേ. ഇപ്പോൾ എനിക്കും മാരുതിയുടെ കാറുണ്ട്. സോ ഈ മാരുതിയുടെ കാറ് കൊണ്ട് നടക്കുന്നേക്കാളും എനിക്ക് കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുന്നത് ഈ താറ് കൊണ്ട് നടക്കുമ്പോഴാണ്. മാരുതിയുടെ കാറിനേക്കാളും അത്യാവശ്യം നല്ല ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്, നല്ല വിഡ്ത്തിൽ വേരിയേഷൻ ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള റൈഡിങ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത്. സോ മാരുതി സ്വിഫ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ എൻ്റെ സ്വിഫ്റ്റിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് ഒരു 15 കിലോമീറ്ററാണ്. അത് ഓട്ടോമാറ്റിക്കാണ്. പക്ഷേ ഇതിന് മുമ്പുള്ള സ്വിഫ്റ്റിനകത്ത് എനിക്ക് 18 കിലോമീറ്റർ കിട്ടുമായിരുന്നു പെട്രോൾ വേരിയൻറ്റ്. ബട്ട് എനിക്ക് ആ പെട്രോൾ വേരിയൻറ്റിൽ സ്വിഫ്റ്റിൽ കിട്ടുന്നതിനേക്കാളും മൈലേജ് എനിക്കിതിൽ കിട്ടുന്നുണ്ട്. എനിക്കറിയത്തില്ല എത്ര പേർക്ക് ഇതേ തരത്തിലുള്ള മൈലേജ് ഉണ്ടെന്നുള്ളത്. എനിക്ക് ആവറേജ് ഇപ്പോൾ 17.6 ആണ് എനിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഇതുപോലൊരു സൈസുള്ള, ഇതുപോലൊരു ലുക്കുള്ള, ഇത്രയും ഓക്കെ ആയിട്ടുള്ളൊരു വണ്ടി എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ താർ തന്നെയാണ്. മുന്നേ ജീപ്പ് കോമ്പോസ് യൂസ് ചെയ്തിരുന്നപ്പോൾ പോലും അതിന് 9-10 കിലോമീറ്ററൊക്കെയാണ് മൈലേജ് ഡീസലിനുണ്ടായിരുന്നത്. പക്ഷേ ഇതിപ്പോൾ വളരെ കംഫർട്ടാണ്. നമുക്കിപ്പോൾ എറണാകുളത്തൊക്കെ ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് വരുന്ന സമയത്ത് പോലും എനിക്ക് നല്ല രീതിയിലുള്ള മൈലേജ് കിട്ടുന്നുണ്ട്. സോ മൈലേജിൻ്റെ കാര്യത്തിൽ ഭയങ്കര കംഫർട്ടാണ്. പിന്നെ റൈഡിങ്, നമ്മൾ അത്യാവശ്യം നല്ല റോഡാണ്. ഇപ്പോൾ പല റോഡുകളും പുതുക്കി പണിയുന്നുമുണ്ട്. സോ നല്ല റോഡിനകത്ത് പോകുമ്പോഴത്തേക്കും ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ചൊരു പ്രശ്നവും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് നല്ലപോലെ സ്പീഡിലും പോവാം. എന്ന് വെച്ചാൽ നമ്മൾ സെഡാനിൽ പോകുന്ന അത്രയും സ്പീഡിൽ പോകാൻ പറ്റത്തില്ല, എങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള കംഫർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ കുഴിയുള്ള റോഡൊക്കെ ആണെങ്കിൽ മാത്രം കുറച്ച് കുലുക്കം കൂടുതലായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നല്ല റൈഡിങ് കംഫർട്ടാണ്. പിന്നെ ബാക്ക് സീറ്റിൻ്റെ കംഫർട്ടിൻ്റെ കാര്യം ഞാൻ പറയത്തില്ല. പിന്നെ കഴിഞ്ഞ തവണ എറണാകുളം പോയിട്ട് വന്ന സമയത്ത് ഞാൻ ബാക്ക് സീറ്റിൻ്റെ കിടന്ന് ഉറങ്ങുമായിരുന്നു.
ഒരാൾക്കൊക്കെ കിടന്നു പോകാൻ നല്ല രസമാണ്. പിന്നെ ഫാമിലി ആകുമ്പോൾ പിള്ളേർക്കൊക്കെ നല്ല രസമായിരിക്കും. ബട്ട് ഫ്രണ്ട് സീറ്റ് നല്ല കംഫർട്ടായിരിക്കും. നമുക്ക് ഒരു തരത്തിലുള്ള ഒരു മുഷിക്കൽ തോന്നത്തില്ല. ഏറ്റവും എടുത്തു പറയേണ്ട സാധനം എന്ന് പറയുന്നത് എൻ്റെ ഈ മൈലേജ് ആണ്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്ത സാധനമല്ല എനിക്ക് ഇത്രയും 17 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടുമെന്നുള്ളത്. ബട്ട് മൈലേജ് കിട്ടുന്നുണ്ട് എനിക്ക്. ഞാനിത് എടുക്കാൻ പോയ സമയത്ത് എൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാക്കാം, കാരണം മൈലേജ് ഒട്ടും കിട്ടത്തില്ലല്ലോ എന്നാണ്. അങ്ങനെയാണ് റിയൽ വീൽ ഡ്രൈവ് ഇറങ്ങിയ സമയത്ത് അതിലോട്ട് ഓപ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഞങ്ങൾ അങ്ങനെ ഒരുപാട് ഓഫ് റോഡ് പോകുന്ന ആൾക്കാരൊന്നുമല്ല. ഓഫ് റോഡ് പോകുമ്പോൾ തന്നെ നമ്മൾ വേറെ വണ്ടി എടുത്തിട്ടായിരിക്കും പോകുന്നത്. സോ നമുക്കിപ്പം കംഫർട്ടായിട്ട് വീട്ടിൽ യൂസ് ചെയ്യാം. എപ്പോഴും നമുക്കിവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന റിയർ വീൽ ഡ്രൈവ് മാത്രം മതിയാവും. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഓപ്റ്റ് ചെയ്തത്. ഞാൻ ഓപ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ഇത് എടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു വലിയ ഓഫറാണ് കേട്ടോ. ഇപ്പോൾ താർ റോക്സ് ഇറങ്ങിയ സമയത്ത് ഞാനിത് എടുത്ത സമയത്ത് ഏകദേശം 15.8 എനിക്ക് എങ്ങാണ്ടമായി. അത് കഴിഞ്ഞാണ് ഞാൻ ഈ മോഡിഫിക്കേഷനൊക്കെ വരുത്തിയത്. സോ ഇപ്പോൾ ആ വില ഏകദേശം 2 ലക്ഷം രൂപ വരെ താഴ്ത്തി കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു 2 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്, അപ്പോൾ ഇത് എടുക്കുന്നതാണോ റോക്സ് എടുക്കുന്നതാണോ നല്ലതെന്നോ. ഞാൻ പറഞ്ഞു പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി നിങ്ങൾ കംഫർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണോ എടുക്കാം. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ചെറിയൊരു ഫാമിലിക്ക് പോയാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഐ സജസ്റ്റ് ഈ പറയുന്ന 3 ഡോർ ആയിരിക്കും. കാരണം എനിക്ക് ആ 5 ഡോറിൻ്റെ സൈഡ് പ്രൊഫൈൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ 3 ഡോറിൻ്റെ സൈഡ് പ്രൊഫൈൽ വൻ ലുക്കാണ്. പിന്നെ ഇത്രയും ലെങ്ത് ഒരുപക്ഷെ പിന്നീട് നമുക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഈ പറയുന്ന ഓട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ കൂടുതലും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ 2 പേരായിട്ടായിരിക്കും യാത്ര ചെയ്യുന്നത്. സോ അതിലിപ്പം 5 ഡോർ എടുത്തത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. പിന്നെ ഡിക്കി സ്പേസ് കുറവാണെന്നുള്ളതൊരു ഡ്രോബാക്ക് ആയിട്ടാണ് എല്ലാവരും പറയുന്നത്. ഡിക്കി സ്പേസ് കുറവെന്നുള്ളത് എനിക്കൊരു ഡ്രോബാക്ക് അല്ല. കാരണം നമ്മൾ 2 പേര് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് ഡിക്കി ആയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അല്ലാണ്ട് നമുക്ക് ആൾക്കാർ കൂടുതലുള്ള സമയത്ത് ഞാൻ വേറൊരു വണ്ടിയിലോട്ട് ഓപ്റ്റ് ചെയ്യും. സോ എപ്പോഴും പ്രൈമറി വണ്ടിയായിട്ട് ഇത് മാത്രം ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷേ ഏതെങ്കിലും ഒരു മാരുതിയുടെ ഒരു സ്വിഫ്റ്റോ ഒരു ബലീനയോ ഏതെങ്കിലുമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇത് നല്ലപോലെ ആസ്വദിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് മഹേന്ദ്ര താർ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ താഴെ പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം. ഞാൻ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് ഇടാം. പിന്നെ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കാരണം കഴിഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം എന്നെ ഒരുപാട് വിളിച്ചിട്ട് അവർ ചോദിച്ചത് എവിടെ നിന്ന് മോഡിഫൈ ചെയ്തു, സീറ്റ് എവിടെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരുപാട് എൻക്വയറി ചെയ്തിട്ടുണ്ട്. സോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് താറിനെ സ്നേഹിക്കുന്ന ഒരുപാട് ഫാൻസ് ഉണ്ട്. അത് നമുക്ക് കേരളത്തിൽ ഞാൻ തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. സോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.